Welcome to Israel, the Holy Land. ഇസ്രായേലിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നാണ് ഹൈഫ. ഹൈഫ പട്ടണത്തിൻ്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് അവിടുത്തെ ബീച്ച് തന്നെയാണ്. വളരെ മനോഹരമായ ഒരു ബീച്ചാണ് ഹൈഫ പട്ടണത്തിനുള്ളത്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ബൈബിളിൽ ഏറ്റവും പ്രാധാന്യത അർഹിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്. ബൈബിളിലെ പഴയ നിയമത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് കർമേൽ പർവ്വതം. ആഹാവ് രാജാവിൻ്റെ കാലത്ത് വ്യാജദൈവമായ ബാലിൻ്റെ പ്രവാചകന്മാരെ നേരിടാൻ ഏലിയാവ് പ്രവാചകൻ തിരഞ്ഞെടുത്തത് ഈ മലമുകളായിരുന്നു. നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കർമേൽ പർവ്വതത്തിൻ്റെ മുകൾ തട്ടിൽ നിന്നുള്ളൊരു കാഴ്ചയാണ്. ഈ പ്രദേശം ഇന്ന് വളരെ മനോഹരമായ ഒരു പൂന്തോട്ടമായി രൂപവൽക്കരിച്ചിട്ടുണ്ട്. ആകാശത്തു നിന്ന് അഗ്നി ഇറങ്ങി യഹോവയാണ് യഥാർത്ഥ ദൈവമെന്ന് ജനങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം തെളിയിച്ച ചരിത്ര സംഭവം നടന്നത് ഇവിടെ വച്ചാണ്. കർമ്മേൽ എന്ന വാക്കിനർത്ഥം ദൈവത്തിൻ്റെ തോട്ടം എന്നാണ്. പേര് പോലെ തന്നെ ഒരു തോട്ടമായി ഈ സ്ഥലത്ത് ഇന്ന് ഈ നിലയിൽ പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. കർമേൽ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന മനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും താഴെവശത്തായി കാണുന്ന ഒരു തോടായിരുന്നു കീശോൻ തോട്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കൃത്യമായി ഇതിനെക്കുറിച്ചുള്ള വിവരണം കാണുന്നുണ്ട്. ഈ പ്രദേശത്ത് വെച്ചായിരുന്നു അസത്യം സംസാരിക്കുന്ന ബാലിൻ്റെ പ്രവാചകന്മാരെ ഏലിയ പ്രവാചകൻ വെട്ടിക്കൊന്നത്. ആ വലിയ സംഭവത്തെ ഓർമ്മപ്പെടുത്തുവാനായിട്ടാണ് ഏലിയ പ്രവാചകൻ്റെ ഒരു പ്രതിമ ഈ പ്രദേശത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഇസ്രായേലിൻ്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ പടിഞ്ഞാറുള്ള മെഡിറ്ററേനിയൻ കടലിന് അഭിമുഖമായിട്ടാണ് ഈ കർമേൽ പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത്. കടൽ നിരപ്പിൽ നിന്നും ഏകദേശം 546 മീറ്റർ ഉയരത്തിലാണ് ഇതിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗം വരുന്നത്. ഹൈഫ നഗരത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മൾ ഈ മലമുകളിൽ എത്തിച്ചേരും. ചരിത്രവും പ്രകൃതി ഭംഗിയും ഒരേപോലെ നിറഞ്ഞു നിൽക്കുന്ന കർമേൽ പർവ്വതം ഇസ്രായേൽ യാത്രകളിൽ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ഒരു കാഴ്ച തന്നെയാണ്.